എൻ്റെ പേര് അൽഫോൺസ. ഞാൻ ആലപ്പുഴയിൽ പള്ളിത്തോട് നിന്ന് വരുന്നു. ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നു. ഞാനിവിടെ ആദ്യമായി വരുന്നത് ഒക്ടോബറിലാണ്. 2023 ഒക്ടോബർ 28 ജപമാല റാലിയിലാണ് ആദ്യമായിട്ട് വരുന്നത്. അതിന് മുന്നേ ഭയങ്കര തടസ്സങ്ങളായിരുന്നു ഇങ്ങോട്ടേക്ക് വരാൻ. ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു, ഭയങ്കര തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഒക്ടോബർ 28 ഇവിടെ വന്ന് മാതാവിനോട് ഞാനൊന്ന് പറഞ്ഞു, മാതാവേ നീ എന്നെ ഒരു തവണ കൂടി ഇവിടെ വരുത്തിക്കണം, എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന്. ഞാനൊരു നേഴ്സാണ്. ഞാൻ എല്ലാ നേഴ്സുമാരെയും പോലെ യൂറോപ്യൻ കൺട്രിയിലേക്ക് ഒരു ജോലിയായിരുന്നു എൻ്റെയും ആഗ്രഹം. ഒത്തിരി ഞാൻ ശ്രമിച്ചു, പക്ഷേ ഒന്നും നടക്കുന്നില്ലായിരുന്നു. ഓരോ ഏജൻസിയിലേക്കും വിളിക്കുമ്പോഴും ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് ഒന്നുമില്ല, അല്ലെങ്കിൽ സർവീസ് ചാർജ് കൂടുതൽ, അങ്ങനെ ഒത്തിരി തടസ്സങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഒക്ടോബർ മാസം 2023 ഒക്ടോബർ മാസം തന്നെ എൻ്റെ CV ഞാനൊരു ഏജൻസിയിലേക്ക് അയച്ചു. ഡിസംബറിൽ 2023 ഡിസംബറിൽ ആ ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജനുവരി 9 ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, വന്ന് അറ്റൻഡ് ചെയ്ത് നോക്കെന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം, കാര്യം എൻ്റെ മെറിറ്റിൽ കിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ ജനുവരി 6 ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുക്കൽ വന്ന് ഉടമ്പടി എടുത്തു, നിയോഗം വെച്ചു. ഈ ജനുവരി 9 നടക്കുന്ന ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാക്കി തരണമെന്ന്. അങ്ങനെ ഞാൻ ജനുവരി 9 റെഡിയായി, നല്ല രീതിയിൽ ഒരുങ്ങി, നല്ല വെൽ ഡ്രസ്ഡായിട്ട്, എൻ്റെ ഏറ്റവും പുതിയ ഡ്രസ്സായിട്ടാണ് ഞാൻ 9 പോയത്. എറണാകുളത്തെ വലിയൊരു ഹോട്ടലിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. അവിടെ എത്തി ഹോട്ടലിൻ്റെ അകത്തോട്ട് കാൻഡിഡേറ്റ്സിനെ മാത്രമേ കയറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് പുറത്ത് നിന്നു, ഗേറ്റിന് വെളിയിൽ നിന്നു. ഞാൻ അകത്തേക്ക് കയറി. അവിടെ ഹോട്ടലിൻ്റെ അകത്ത് ഫുഡ് പാത്തിൽ ഞാൻ അന്ന് മഴയും വെള്ളമായിട്ട് മൊത്തം വെള്ളം നിറഞ്ഞു കിടക്കുമായിരുന്നു. ഞാൻ അവിടെ തെന്നി അടിച്ച് വീണു. എൻ്റെ ഡ്രസ്സ് മൊത്തം അഴുക്കായി, ഓഫ് വൈറ്റ് കളർ ഡ്രസ്സ് മൊത്തം അഴുക്കായി. അങ്ങനെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാനൊരു വികാരവും ഇല്ലാതെ നിൽക്കുകയാണ്. ഞാൻ ഫോൺ എടുത്ത് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, അകത്തേക്ക് കയറി വാ, ഞാനിവിടെ വീണു എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് വന്ന് അകത്ത് നോക്കിയപ്പോൾ ഞാൻ മൊത്തത്തിൽ നനഞ്ഞ, ബാക്ക് സൈഡ് ഫുള്ള് ചെളി പറ്റിയിരിക്കുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ദേഷ്യപ്പെട്ടു, നിനക്കിതൊന്നും വിധിച്ചിട്ടില്ല, വീട്ടിൽ പോകാം, ഇതൊന്നും നിനക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാര്യം അന്ന് ഒരു ചൊവ്വാഴ്ചയാണ്, എൻ്റെ ഉടമ്പടി എടുത്തുള്ള ആദ്യത്തെ ആരാധന കൂടുന്ന ദിവസമായിരുന്നു. ഞാൻ ബസ് തൊട്ട് ഈ ആരാധന ചെവിയിൽ വെച്ച് കേട്ടോണ്ട് വന്നിരിക്കുകയായിരുന്നു. ഞാൻ മാതാവിനോട്, ഞാൻ പുറമേ കരച്ചിലൊന്നും എനിക്ക് വന്നില്ല. ഞാൻ മാതാവിൻ്റെ അടുക്കൽ ഞാൻ പറഞ്ഞു, ഉള്ളുകൊണ്ട് ഞാൻ ചോദിച്ചു, മാതാവെ നിന്നെയും വിളിച്ച് വന്നിട്ട് എൻ്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് പറഞ്ഞു. സമയം 1:30 എൻ്റെ ഇൻ്റർവ്യൂ, 1:15. ഞാനിങ്ങനെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചോണ്ടിരിക്കുക, ഇനി എന്തിനാ കാത്ത് നിൽക്കുന്നേ, വാ പോകാമെന്ന് പറഞ്ഞു. ഞാനൊന്നും അനങ്ങാതെ അവിടെ തന്നെ നിന്നപ്പോൾ ഒരു സെക്യൂരിറ്റി ചേച്ചി, ബംഗാളി, ആ ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നു. എന്നേലും ഹൈറ്റും വെയിറ്റൊക്കെ ആയിട്ട് ഒരു ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എന്ത് പറ്റി എന്ന് പറഞ്ഞു. അവർ ഹിന്ദിയിലാണ് എൻ്റെ അടുക്കൽ ചോദിച്ചത്. ഞാൻ സത്യത്തിൽ മലയാളത്തിലാണോ ഹിന്ദിയിലാണോ അവരോട് സംസാരിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ 1:30 ഇൻ്റർവ്യൂ ഉണ്ട്, അയർലൻഡിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ്, എൻ്റെ ഡ്രസ്സ് മൊത്തം അഴുക്കായി. ആ ചേച്ചി എന്നെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കി, കാര്യം എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ ചെളിയായി. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ തരാം, എൻ്റെ ഡ്രസ്സ് നിനക്ക് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഒന്നാ ചിന്തിച്ചത്, കാര്യം ഞാൻ എൻ്റെ ഏറ്റവും പുതിയ ഡ്രസ്സ് ഇട്ടുണ്ട് വന്നിരിക്കുകയാണ്. എൻ്റെ ഡ്രസ്സിൻ്റെ 7 അയലത്ത് വരത്തില്ലായിരിക്കും ഈ ചേച്ചിയുടെ ഡ്രസ്സ്, കാര്യം ഒരു ബംഗാളി ഹിന്ദിക്കാരി. അപ്പോൾ എന്നേലും ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്, അപ്പോൾ എനിക്കത് മാച്ച് ആകത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ചേച്ചി, എന്തായാലും എനിക്ക് വേറെ നിവർത്തിയില്ല, അതിട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു, ശരി ഞാൻ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി എന്നെ കൊണ്ടുപോയി ഡ്രസ്സ് ഇടിയിപ്പിച്ചു. ഡ്രസ്സ് എൻ്റെ കയ്യിലേക്ക് തന്നു. ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, കാര്യം എനിക്ക് പറ്റത്തില്ല, ഇത് അതുപോലെ ലൂസായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ 2 സൈഡിലും ഓരോ വള്ളി. അപ്പോൾ ഞാനതങ്ങ് വലിച്ച് കെട്ടിയപ്പോൾ കറക്റ്റ് പെർഫെക്റ്റായി. അവിടെ ചേഞ്ചിങ് റൂമിലുണ്ടായിരുന്ന എല്ലാ ചേച്ചിമാരും പറഞ്ഞു, നല്ല നിനക്ക് ഇട്ട് തയ്ച്ചതുപോലെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ചേഞ്ചിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന എൻ്റെ ഹസ്ബൻഡിനെയാണ് നോക്കിയത്. അപ്പം ഞാൻ ചിന്തിച്ചതുപോലെയായിരുന്നു ഹസ്ബൻഡും ചിന്തിച്ചത്, ഇത് ഇവൾക്ക് മാച്ച് ആകത്തില്ലായിരിക്കുമെന്ന്. പക്ഷേ എന്നെ കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്, നീ ഇട്ടണ്ട് വന്നതിനേക്കാൾ 7 ഇരട്ടി മെച്ചമുള്ള ഡ്രസ്സാണ് ഇത് എന്ന്. ആ നിമിഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് വന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അകത്ത് കയറി ഇൻ്റർവ്യൂ നടക്കുന്നിടത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചു, അവിടെ ഉപ്പിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു, അവർ പറഞ്ഞു ഞാൻ സെലക്ട് ആയെന്ന്.
എനിക്ക് വേണ്ടി മാതാവ് വന്നിറങ്ങിയതുപോലെയാണ് എനിക്ക് ആ നിമിഷം തോന്നിയത്. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഈ ജോലി എനിക്ക് കിട്ടുമെന്ന്. പക്ഷേ ഞാൻ എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഒത്തിരി അങ്ങനെ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയായിരുന്നു. ഉടമ്പടിക്ക് ശേഷമാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ എല്ലാ പേപ്പറും മൂവ് ചെയ്യാൻ ഭയങ്കര സ്ലോ ആയിരുന്നു. ഓഫർ ലെറ്റർ കിട്ടാൻ ഡിലേ, ഓരോ പേപ്പറിനും വിസയ്ക്കാണെങ്കിലും ഒത്തിരി ഡിലേ. അപ്പോൾ എനിക്കറിയായിരുന്നു എന്നെ അകവും പുറവും മിനുക്കിയെടുക്കാനുള്ള സമയമാണെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ തള്ളിപ്പറഞ്ഞില്ല. കാര്യം കാത്തിരിക്കാൻ ഉള്ള ശക്തി തരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ എപ്പോൾ തന്നാലും അതുവരെ ക്ഷമയോടെ കാത്തിരിക്കാൻ എനിക്ക് സാധിക്കണമെന്നായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് പോയി. എനിക്ക് വിസ വന്നു. വരുന്ന ഈ മാസം ഞാൻ പോകും അയർലൻഡിലേക്ക്. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ആത്മീയ കാര്യത്തിലാണെങ്കിലും ഞാൻ ഒത്തിരി മാറി. ഏത് നേരം ഒഴിവ് സമയങ്ങൾ കിട്ടിയാൽ ഞാൻ ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും. അങ്ങനെ ഞാൻ ഒത്തിരി മാറി. ഏത് നേരം ടി വി കാണുന്ന ആളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും. പിന്നെ കാരുണ്യ പ്രവർത്തികൾക്ക്, പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ, ആശുപത്രികളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയാനായിട്ട് ഞങ്ങളുടെ അടുത്തൊരു മരിയ സദനുണ്ട്. പ്രായമുള്ളവരെ കിടത്തുന്ന മാനസിക രോഗികളൊക്കെ ഉള്ള അവിടെ പോയി അവരുടെ കൂടെ അല്പനേരം സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇനിയും കൂടുതൽ ചെയ്യണം മാതാവിനും തിരുക്കുമാരനും വേണ്ടി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 32, 6, 7 തിരുവചനങ്ങൾ. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. അൽഫോൻസ എന്ന ഈ മകൾ പരിശുദ്ധ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ മകൾക്ക് ലഭിച്ച വലിയ അനുഭവത്തെ, ദൈവാനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ അയർലൻഡിൽ പോകുവാൻ വേണ്ടി ഒത്തിരി നാളായി നടത്തുന്ന പരിശ്രമങ്ങൾ, എന്നാൽ അത് സക്സസ്ഫുൾ ആവാതെ നിരന്തരം മാറിപ്പോവുകയും മറുപടികൾ കിട്ടാതെ പ്രതീക്ഷ നഷ്ടപ്പെടുകയും ചെയ്ത നാളുകളിൽ ഇവിടെ ജപമാല റാലിയിൽ 2023 വന്ന് പങ്കെടുത്ത് ഒരിക്കൽ കൂടി വന്ന ഈ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുവാൻ ആഗ്രഹിച്ച് മടങ്ങുന്നു. ജപമാല റാലിയിൽ എത്തുമ്പോൾ തന്നെ വീട്ടിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. ഇവിടെ വീണ്ടും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അയച്ചിരുന്ന CV അംഗീകരിക്കപ്പെടുകയും ഏജൻസികളിൽ നിന്ന് തിരികെ അന്വേഷണങ്ങൾ വരികയും അത് അയർലൻഡിലേക്കുള്ള പ്രോസസ്സ് വേഗത്തിലാക്കി മകൾക്ക് നൽകുകയും ചെയ്യുന്നു. അതിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് എറണാകുളത്ത് എത്തിച്ചേരുന്നത്. ഏതാനും ചുവടുകൾ വെച്ചാൽ ഇൻ്റർവ്യൂ നടക്കുന്ന മുറിയുടെ അകത്തെത്തും. ഏതാനും ചുവടുകൾക്കിപ്പുറ വെച്ച് ആൾ അവിടെ വീഴുകയും ചെളിവെള്ളത്തിൽ വീഴുകയും ആ ഇൻ്റർവ്യൂവിന് വേണ്ടി എന്തുമാത്രം ഒരുങ്ങിച്ചെന്നോ വസ്ത്രം മുഴുവനും അവിടെ മലിനമായി പങ്കെടുക്കുവാനാവാത്ത പ്രതിസന്ധി വരികയും ചെയ്യുന്നു. പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക പരിരക്ഷയാണ് ഒരു ദൂതൻ്റെ സംരക്ഷണം. വലിയ അപകടത്തിൽ, അവിചാരിതമായ ക്ലേശങ്ങളിൽ ആരെങ്കിലും ചെന്നകപ്പെട്ടാൽ നമുക്ക് പോലും വിശ്വസിക്കുവാനാവാത്തിടങ്ങളിൽ നിന്ന് വലിയ സംരക്ഷകനെ അമ്മ മാതാവ് നമുക്കവിടെ നൽകിയിരിക്കും. ഈ മകളുടെ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാന മർമ്മം അവിടെയാണ്. അവളുടെ അത്ര നാളുള്ള ഒരുക്കം മുഴുവനും അവിടെ അവസാനിക്കുകയാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാനാവാത്ത വിധം പ്രശ്നം, ആ ഒരു തെന്നി വീഴലിലൂടെ അവളുടെ വലിയ സ്വപ്നങ്ങൾ തന്നെ തീരുകയാണ്. മടങ്ങിപ്പോരുക മാത്രമേ അവൾക്ക് ഇനി പരിഹാരമുള്ളൂ. ആ നിമിഷങ്ങളിലാണ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ബംഗാളിയായ ഒരു സഹോദരി വന്ന് അവളോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ബംഗാളിയായ സഹോദരി കാര്യം അന്വേഷിക്കുമ്പോൾ മലയാളത്തിലോ ബംഗാളിയിലോ അറിയില്ലെങ്കിലും അവൾ പറയുന്നുണ്ട്, എൻ്റെ കോലം ഇതാണ്, 1/4 മണിക്കൂർ കഴിയുമ്പോൾ ഇൻ്റർവ്യൂ ആണ്, ഇനി ഒരു വഴിയും എനിക്കില്ലെന്ന്. പ്രിയമുള്ളവരെ, അവൾ തന്നെ പറയുന്നു, ബംഗാളിക്ക് എന്ത് വസ്ത്രം, അത് ഇട്ടു പോയാൽ എന്ത് ഗുണം. അതുകൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ വസ്ത്രം തരാം, നീ ഇട്ടു പോയെന്ന്. അതിനെ അവൾ എത്ര വില കുറച്ച് കണ്ടു എന്നതാണ് വാക്കുകളിലുള്ളത്.
എന്നാൽ മാതാവിനോട് നിലവിളിക്കുന്നവർക്ക് മാതാവ് കൊടുക്കുന്ന സംരക്ഷണം അത് അനുഗ്രഹത്തിൻ്റെ സംരക്ഷണമാണ്. അതുകൊണ്ടാണ് അവളേലും ശരീരപ്രകൃതിയുള്ള ഒരു വ്യക്തിയുടെ വസ്ത്രം അവളെ മനസ്സില്ലാ മനസ്സോടെ നിവർത്തികേട് കൊണ്ട് മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട് അവളത് എടുത്തണിയുമ്പോൾ അവൾ ഇട്ടുകൊണ്ട് വന്നതിനേലും 7 മടങ്ങ് ഭംഗിയുള്ളതാണ് ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വശവും. കാരണം പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോൾ മാതാവിൻ്റെ സാന്നിധ്യമായി നമ്മളെ സംരക്ഷിക്കുവാനുള്ള വ്യക്തികളെ, ഇടങ്ങളെ, സാഹചര്യങ്ങളെ, ചിലപ്പോൾ ജീവിതത്തിലെ ചില വസ്തുക്കളെ ഒക്കെ ഒരുക്കി തന്നുകൊണ്ട് പറയും, ഞാൻ കൂടെയുണ്ടെന്ന്. പിന്നീട് മകളുടെ അയർലൻഡിലേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി ഇതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഉടമ്പടി ജീവിതത്തിൽ നാം അറിഞ്ഞ് സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടി പങ്കുചേരുമ്പോൾ എന്നും ഓർക്കണം, അമ്മ മാതാവ് കൂടെയുണ്ട്. അമ്മ മാതാവിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പൊതിയുന്നുണ്ട്. നാം തളരുന്ന നിമിഷങ്ങളിൽ അമ്മയുടെ ശക്തമായ ഇടപെടലിലൂടെ അസാധ്യമായി ഒന്നുമില്ലെന്ന് ദൈവം നമ്മോട് പറയുന്നുവെങ്കിൽ അതിൻ്റെ സുനിശ്ചിതമായ സാക്ഷ്യമായി മാതാവ് നമുക്ക് വേണ്ടി സഹായകനെ കൊണ്ടുവന്നു തരും. ആ ദൂതന്മാർ നമ്മുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹമുള്ളതും ശോഭയുള്ളതുമാക്കും. ഇന്ന് ബംഗാളിയുടെ വസ്ത്രം ധരിച്ച് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് മകൾ അയർലൻഡിലേക്ക് പോവുകയാണ്. ഇത് ബംഗാളിക്ക് കൊടുത്ത ഒരു റിസർവേഷനാണ്. അവൾക്കാണത് കിട്ടിയത്. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന വ്യത്യസ്തമായ രീതികളെയാണ് നാം ഇവിടെ കാണുന്നത്. ഈ മകൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തെ, അമ്മ മാതാവിൻ്റെ നിമിഷ നേരം കൊണ്ട് വലിയ പ്രശ്നത്തിലിടപെട്ട് പരിഹരിച്ച ആ സാന്നിധ്യത്തെ സന്തോഷത്തോടെ സ്മരിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.